പ്രിയമുള്ളവരെ, കോഴിക്കോട് ജില്ലയിൽ അടിവാരത്തിനടുത്ത് ചെമ്പുകടവ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സിനാൻ്റെ വീട്ടിൽ അബ്ബാസ് മൈമൂന ദമ്പതികളുടെ മൂത്ത മകനാണ് സിനാൻ ഒരു അനിയനും ഒരു അനിയത്തി കൂടിയുണ്ട്. അവർ താമസിക്കുന്ന വീടിൻ്റെ കോലായിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോലായിയുടെ രൂപം കാണുമ്പോൾ തന്നെ, ഈ ഒരു വീടിൻ്റെ മുൻഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് ഈ വീടിൻ്റെ പറ്റി ഒരു ഐഡിയ, ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദാരിദ്ര്യത്തിൻ്റെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ഈ കുടുംബം നടന്നു നീങ്ങുന്നത്. ഇനി ഈ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന വേദനാജനകമായ കാഴ്ചകളാണ്. ഇത് ഈ വീട്ടിലെ ഒരു റൂമാണ്. ഈ കുട്ടികളും ഇവരൊക്കെ കിടക്കുന്ന കട്ടിലും റൂമും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ അടുക്കളയിലേക്ക് നമ്മൾ പോയി നോക്കിയാൽ കാണാവുന്ന കാഴ്ച, ഈ ഒരു ആകെയുള്ള ഈ ഒരു സ്പേസ് നമ്മുടെ വീട്ടിലെ ഒരു ബാത്റൂമിൻ്റെ സ്പേസാണ് ഈ ഒരു അടുക്കളയുടെ ആകെയുള്ള സ്പേസ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ചുമരല്ല, ഇത് ഫ്ലക്സ് ഷീറ്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ മഴ പെയ്ത സമയത്ത് ചുമരുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ സമയത്ത് അതിന് പകരം ഇപ്പോൾ ഈ ഫ്ലക്സ് ഷീറ്റാണ് ഇവിടുത്തെ ചുമര്. ഈ നിലവും പ്രതലവും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥ. ഇതൊന്നും ഒന്ന് നന്നാക്കി ഒരു വൃത്തിയുള്ള രൂപത്തിലേക്ക് ആക്കാനുള്ള യാതൊരു സംവിധാനവുമില്ല. ഈ മേൽക്കൂരയാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞ് വീഴാം എന്നുള്ള നിലക്ക് മഴ പെയ്യുന്ന സമയത്ത് പലയിടത്തു നിന്നും വെള്ളം ചോർന്നൊലിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണുള്ളത്. ഈ വീടിൻ്റെ അടുക്കള ബാക്ക് ഭാഗത്തുള്ള വാതിലാണ് ഈ കാണുന്നത്. യാതൊരു സുരക്ഷിതത്വവും ഈ വാതിൽ കൊണ്ട്, ആകെ മുൻഭാഗത്തൊരു വാതിലും ഈ ഒരു വാതിലുമാണുള്ളത്. ഇതിൽ തന്നെ ഒരു മറവ് എന്നതിലപ്പുറത്ത് ഒരു സുരക്ഷിതത്വവും ഈ വീട്ടുകാർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഈ വീടിൻ്റെ ഏകദേശം ഒരു രൂപമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ ഒരു മുറിയുടെ വലിപ്പമാണ് ഏകദേശം ഈ വീട് ഒന്നാകെ ഉള്ളത്. ഇതിപ്പോൾ അടുക്കളയുടെ ഭാഗത്താണ് നമ്മളുള്ളത്. ഇത് കണ്ടല്ലോ നിങ്ങൾ, ഈ ഫ്ലക്സ് ഷീറ്റിൻ്റെ ഒരു കിടപ്പ് കണ്ടോ നിങ്ങൾ. ഇത് മാറ്റിയൊരു ചുമര് വെക്കാൻ വിചാരിച്ചാൽ ഈ മേൽക്കുരയും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം തന്നെ ഒന്നാകെ മാറ്റേണ്ട ഒരു അവസ്ഥയാണുള്ളത്. നമ്മുടെ സിനാൻ്റെ ഉപ്പ അബ്ബാസ് എന്ന് പറയുന്ന സഹോദരന് മാനസികമായി ഒരു 100% പെർഫെക്റ്റ് അല്ല, ആൾ രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയ എന്തെങ്കിലുമൊക്കെ തൊഴിലിന് പോയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ അദ്ദേഹത്തിന് വലിയ പ്രയാസമാണ്. വീട്ടിൽ നല്ലപോലെ ഭക്ഷണം കഴിക്കാനോ ആവശ്യങ്ങൾ നിത്യജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഈ കുടുംബത്തിന് വല്ലാത്ത പ്രയാസമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു വീട് അത് വളരെ അനിവാര്യമായിരിക്കുന്നു. ഈ വീട്ടിൽ ഇനി എത്ര കാലമാണ് ഇവരെ നമുക്ക് താമസിപ്പിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ, നല്ലൊരു മഴ പെയ്താൽ, ശക്തമായൊരു കാറ്റടിച്ചാൽ ഇതൊന്നാകെ തകർന്നു പോകുമോ എന്ന് പേടിക്കുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇവിടേക്കുള്ള വഴി വല്ലാത്തൊരു വളരെ ഇടുങ്ങിയ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഒരു അരടി വീതിയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഇതൊരു മലയുടെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങോട്ട് കയറി വരുന്ന വഴിയാണെങ്കിൽ അരടി വീതിയാണുള്ളത്. അത്രമേൽ ചെറിയൊരു വഴിയിലൂടെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെയാണ് നമുക്കൊരു വീട് ഇവിടെ പണിത് കൊടുക്കാൻ കഴിയുക? ആകെ ഒത്തിരി സ്ഥലവുമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു സ്ഥലം താഴെ കണ്ടുവച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ ഇവരെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് കുറേ ആളുകളൊക്കെ സഹകരിച്ചിട്ടുണ്ട്, സന്തോഷമുണ്ട്. തന്ന ആളുകൾക്കൊക്കെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4 ലക്ഷത്തോളം രൂപയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ സ്ഥലം എടുത്ത് വീടുണ്ടാക്കേണ്ട ഒരു ആവശ്യമായതുകൊണ്ട് ഏകദേശം ഒരു 25 ലക്ഷം റുപ്യൻ്റെ ചിലവ് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് സുമനസ്സുകൾ എല്ലാവരും, നൽകിയവർ കഴിയുമെങ്കിൽ ഒന്നുകൂടി, ഇനി നൽകാത്തവരാണെങ്കിൽ നിർബന്ധമായും നിങ്ങളെക്കൊണ്ട് കഴിയാവുന്നത് എത്രയായാലും കുഴപ്പമില്ല, ഈ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും കഴിയാവുന്നത് നൽകിയാൽ, പലതുള്ളി പെരുവെള്ളമാണല്ലോ, 1000, 2000, 5000, 10000, അതിലധികം കഴിയാവുന്നവരധികം, ഇനി എത്ര കുറച്ചാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെക്കൊണ്ട് കഴിയാവുന്നത് എത്ര ചെറുതാണെങ്കിലും നല്ല മനസ്സോടെ നിങ്ങളത് ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾ നൽകുക. ഇത് വീട്ടിലെ സഹോദരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നിങ്ങളത് നൽകിയിട്ട് ആ കുടുംബത്തിനൊരു മഴ പെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഒരു വിഷമമില്ലാതെ, പ്രയാസമില്ലാതെ കഴിഞ്ഞുകൂടാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന ഒരാളും ഒഴിവായി പോകാതെ ഈ കുടുംബത്തിന് സഹായിക്കുന്നതോടൊപ്പം ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും, നമ്മെ സഹായിക്കാൻ മനസ്സുള്ള സുമനസ്സുകളുടെ അടുത്ത് ഈ സന്ദേശം എത്തുമ്പോൾ ഈ ഒരു വല്ലാത്ത അവസ്ഥ ഇത് കാണുമ്പോഴാണല്ലോ ആളുകൾക്ക് നൽകാൻ താല്പര്യമുള്ള ആളുകൾ ഇത് കാണുമ്പോൾ അവരുടെയും കൂടി കൈത്താങ് നമുക്ക് ലഭിക്കുമല്ലോ. അതുകൊണ്ട് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്നുകൂടി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ അത് നമുക്കും വലിയ അനുഗ്രഹത്തിന് കാരണമാകും. അവരുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന എന്നും നമുക്കുണ്ടാവുകയും ചെയ്യും എന്നുകൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഒക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നു. 1000 നന്ദി.